ഇന്ന് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫലിത രൂപത്തിലുള്ളൊരു കഥയിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവർ ഉണ്ട്. ഞാൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതേ സമയത്ത് വിശ്വസിക്കുന്നില്ല താനും. ജ്യോതിഷക്കാരുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചു. വളരെ കേമമായുള്ള പരിപാടിയായിരുന്നു. ഉദ്ഘാടന പ്രസംഗം 1 മണിക്കൂറുണ്ടായി. അധികവും ജ്യോതിഷത്തിൽ വിശ്വസിക്കാനുള്ള ന്യായം പറയാം. അത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രസംഗം ഞാൻ തുടങ്ങിയത്. വരാനിരിക്കുന്ന കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ലല്ലോ. നമുക്കറിയാനുള്ള ഒരു നീക്കം ഉണ്ടാകണ്ടേ നമ്മുടെ ഭാഗത്തുനിന്ന്? നാളെന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടാകണ്ടേ? അതിനുള്ള ചില ടെക്നിക്കുകൾ നമ്മൾ ചെയ്യണ്ടേ? അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിൽ നിഗമനത്തിലെത്താൻ നമ്മൾ ചെയ്യണ്ടേ? വിനയപൂർവ്വം പറയുകയാണ്, ജ്യോത്സ്യം പരമാവധി ഞാൻ പഠിച്ചിട്ടുണ്ട്. വെറ്റില ജ്യോത്സ്യം തുടങ്ങിയതൊക്കെ പലവരും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റിയൊക്കെ ഒരു ക്ലാസ് എടുക്കുക എന്നല്ലാതെ വെറ്റില ജ്യോത്സ്യം എന്നുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറൊന്നുമില്ല. പെൻഡുലം, എൻ്റെ കയ്യിൽ പെൻഡുലമുണ്ട്. പെൻഡുലം നോക്കിയിട്ട് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ നാം ഒരു പെൻഡുലം വഴിയോ ഒരു വെറ്റില വഴിയോ ജന്മനക്ഷത്രത്തെ എടുത്ത് നോക്കിയോ പ്രവചിക്കുക അല്ലാതെ എന്താ ചെയ്യുക? വേറെ പാകമില്ലല്ലോ. ശരീരത്തിനകത്ത് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ഏറ്റവും അകത്ത് ആനന്ദമയകോശം. അത് ദൈവമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അതിന് ടൈം എന്നൊന്നില്ല. ദേവൻ്റെ ഒരംശമാണ്. അത് നമ്മളിലുണ്ട്. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവിടെ കാലിൻ്റെ അടി വെച്ചാൽ വഴുക്കൂല്ലയോ? പ്രവചനമാണ്. അനുനിമിഷം നമ്മുടെ മനസ്സ് പ്രവചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവചനങ്ങൾ കേൾക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഒക്കെ പ്രവചനമാണ്. ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുമോ? സാധ്യതയില്ല. എതിരായിട്ട് വരുന്ന വാഹനം ഏത് വഴിക്കാണ് തിരിയുക? വാഹനം ഡ്രൈവ് ചെയ്യുമ്പം ആൾ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ? ഡ്രൈവർ അയാളുടെ കണ്ണിലേക്ക് നോക്കും. എന്നിട്ട് പ്രവചനം തെറ്റാറുണ്ട്. പ്രവചനം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രവചിച്ചു പോകും, പ്രവചിക്കണം. നിലവിലുള്ള ഒരു കാര്യത്തെ നിമിത്തമാക്കി ഊഹത്തിന് വിടുക എന്നല്ലാതെ വേറെ മാർഗമില്ല. അതിനാൽ തീർച്ചയായിട്ടും പ്രവചനം എന്നൊരു ശാസ്ത്രം നമുക്കുണ്ടാവണം. പ്രവചനമാണ്, കണക്ക് കൂട്ടലാണ്. ചന്ദ്രനിലേക്ക് റോക്കറ്റ് ഇന്ന സമയത്ത് അവിടെ ഇറങ്ങുമെന്നുള്ളത് ശാസ്ത്രീയമാണ്. കൂട്ടത്തിൽ കൂടെ പ്രവചനമുണ്ട്. തെറ്റാം. പ്രവചനങ്ങളിൽ തെറ്റ് സംഭവിക്കാം. അതിനെ കമ്മേഴ്ഷ്യലായിട്ട് പ്രവചനം എൻ്റെ പണി, എൻ്റെ തൊഴിൽ എന്നൊക്കെ വെച്ച് പറയുമ്പോൾ ആ പ്രവചനങ്ങൾ പലപ്പോഴും ശരിയാകണമെന്ന് ഇല്ല. ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഒരാൾ പോയി. അപ്പോൾ ജ്യോത്സ്യം പുറത്തിരിക്കാൻ പറഞ്ഞു.
1 മണിക്കൂർ നേരം പുറത്തിരുത്തി. ഇയാൾക്ക് പെട്ടെന്ന് മടങ്ങേണ്ട കാര്യമുണ്ട്, പക്ഷെ ഇരുന്നു. ജ്യോത്സ്യൻ അവിടെ കുട്ടികളോട് വർത്തമാനം പറയുന്നുണ്ട്, അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അതിനകത്ത് കാര്യമായിട്ട് പണിയൊന്നും എടുക്കുകയല്ല. ഇടയ്ക്ക് ടി വി ഓൺ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ടി വി ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ദേഷ്യം വന്ന് ഉള്ളിലെ പുറത്ത് കാണിച്ചില്ല. എന്നോടൊരു ചോദ്യം, ഒരാളെ പുറത്തിരുത്തിയിട്ട് വളരെ രസത്തിലൂടെ അങ്ങോട്ട് നടക്കുക തിരിഞ്ഞ് കളിക്കുക, ഇതൊക്കെ അയാൾ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ശരിയാണ്. അതെന്താ നിങ്ങളങ്ങനെ പറഞ്ഞു? ഇതങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ണടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഒന്ന് പകർത്തി എഴുതണമെങ്കിൽ 20 കൊല്ലം വേണം. എൻ്റെ അടുത്ത് വയനാട്ടിൽ നിന്ന് 4 പേര് വന്നിട്ട്, സാർ ഒരു കൃത്യം 4 വരി അതിനെക്കുറിച്ച് എഴുതിത്തരണം, ഇന്ന കാര്യത്തെപ്പറ്റി. ഇത്രയും എഴുതി ശീലമുള്ള എനിക്ക് കടലാസ് എടുത്താൽ എഴുതിക്കൂടെ? ഞാൻ പറഞ്ഞു ഇത് കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ അങ്ങോട്ട് വരുമോ? അയ്യോ ഇതിനായിട്ട് നാളെ വരണ്ട, ഞാൻ പോസ്റ്ററായിട്ട് അയക്കാം, അഡ്രസ്സ് തരൂ. 4 വരി മതി. ആ 4 വരി എഴുതണമെങ്കിൽ അത്ര ഒരുക്കം വേണം. ഒരു കഥ എഴുതാൻ വേണ്ടി നാളെ എഴുതാം, മറ്റന്നാൾ എഴുതാം. നാളെ രാവിലെ ഞാൻ എഴുതില്ല, ഉച്ചയ്ക്ക് എഴുതും, വൈകുന്നേരം എഴുതില്ല. എന്തിനൊക്കെ? ഈ ഒരുക്കങ്ങളൊക്കെ വേണം. ഒരു കാര്യം പ്രവചിക്കണമെങ്കിലും ആ കാണിച്ചവും അലസമായിട്ടുള്ള നടത്തവും ടി വി ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് രാവിലെ എഴുതാനുണ്ട് കേട്ടോ, എന്നെ വിളിക്കരുത്, പറ്റുമെങ്കിൽ ആരെങ്കിലും വന്നാൽ എഴുതിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം. ചിലവർ കാത്തു വെക്കും, അല്ലെങ്കിൽ വന്നവർ പോവും. ഇതൊക്കെ പറഞ്ഞാൽ ഞാനേ കാണാൻ ഒരാവശ്യമില്ലാതെ ടി വി ഓൺ ചെയ്യണം. ടി വി ഓൺ ചെയ്ത് ചാനൽ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഓഫ് ചെയ്യും, മടങ്ങി വന്നു. എഴുത്ത് നടക്കില്ല. എന്നിട്ട് വെറുതെ ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ. ആരെങ്കിലും ഒരാൾ വന്നാൽ ആശ്വാസമായി, പിന്നെ എഴുതണ്ടല്ലോ. അയാളോട് വർത്തമാനം പറയും, അന്ന് ആ കാര്യം നടക്കില്ല. ഈ അലസമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമാണ്. പോൾ വാൾട്ട് ചാടുന്നാൽ ആ പോള് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും കറങ്ങുകയൊക്കെ ചെയ്യും. ഒന്ന് ഇരിക്കലും എണീക്കലൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഏത് പണി ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഈ പ്രവചനം അകത്തുനിന്ന് വരുന്നതാണ്. വേറെ ആൾക്ക് വേണ്ടിയൊക്കെ പ്രവചിക്കുകയും പ്രതിഫലം വാങ്ങി ഫലം പറഞ്ഞവരൊക്കെ, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കൂടുതൽ വിശദീകരിച്ച്. വളരെ ദിവ്യനായിട്ടുള്ള ഒരാൾ ഹിമാലയത്തിൽ നിന്നും വന്നു, ജ്യോത്സ്യൻ. ആ ജ്യോത്സ്യൻ അറിയുന്ന ആളാണ്. അങ്ങനെ ഒരിടത്ത് വന്നു, ഇനി ആ ഗ്രാമത്തിൽ കുറച്ച് ദിവസം ഉണ്ടാകും. അങ്ങനെ ഇരിക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അപ്പം ആ ഗ്രാമത്തിലുള്ള കൺമുന്നെ കണ്ട ഒരാളെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു. എന്താ പേര്? കുട്ടികൃഷ്ണൻ നായർ. കുട്ടികൃഷ്ണൻ നായർക്ക് പഞ്ചാര പായസം ഇഷ്ടമാണോ? ഏയ് അല്ല, ഇന്നേ വരെ ഞാൻ പഞ്ചാര പായസം കഴിച്ചിട്ടില്ല. കൂട്ടത്തിൽ പറയട്ടെ, പഞ്ചാര പായസം ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ, ഇഷ്ടമുള്ളവരുമുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊരു സന്തോഷത്തിൻ്റെ ചെറിയൊരു കാര്യം വന്നാൽ ഭാര്യ പറയും 4 പാക്കറ്റ് പാല് വേണം. അപ്പയ്ക്ക് മനസ്സാവും 4 പാക്കറ്റ് പാല് വാങ്ങിയാൽ
പായസം ഉണ്ടാക്കാറുണ്ട്, കഴിക്കുന്നവരുണ്ട്. ഞാൻ പൊതുവേ കഴിക്കാറില്ല. വല്ലാതെ നിർബന്ധിക്കുമ്പോൾ 1/2 ഔൺസ് കഴിക്കും. 1/2 ഔൺസ് ഞാൻ കഴിച്ചില്ല, അത് വേണ്ടാത്തിട്ട് തൃപ്തിപ്പെടുത്താനായിരിക്കും. ചിലപ്പോൾ അന്ന് തന്നെ എൻ്റെ പിറന്നാളായി എന്നും വരാം, അപ്പോഴും ഞാൻ കഴിച്ചില്ല വേണ്ട, 1/2 ഔൺസോ 1/4 ഔൺസോ. കുട്ടിഷ്ണനാരി ഈ ടൈപ്പല്ല. ഇന്നേ വരെ പഞ്ചാര പായസം കഴിച്ചിട്ടില്ല. ഇനി ഈ ജന്മം കഴിക്കൂല, ഇനി ജന്മം കഴിക്കൂല. അപ്പം പറഞ്ഞു ആയിക്കോട്ടെ. ചില സൂചനകളൊക്കെ വെച്ചിട്ട് ഹിമാലയത്തിൽ നിന്ന് വന്ന ഋഷി പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച 5 മണിക്ക് മുൻപേ നിങ്ങൾ പഞ്ചാര പായസം കഴിക്കും. അപ്പോൾ കുറച്ചൊരു യുക്തിചിന്തയൊക്കെ ഉണ്ട്. അല്ല ഞാൻ കഴിക്കാത്ത ആളാ, അല്ല നിങ്ങൾ കഴിക്കും. അല്ല എങ്ങനെയാണ് ഉദ്ദേശിക്കണത്? നിങ്ങൾ പഞ്ചാര പായസം എടുത്ത് കഴിക്കും അടുത്ത ഞായറാഴ്ച 5 മണിക്ക് മുമ്പേ. അപ്പം ഈ ജ്യോത്സ്യനിൽ വിശ്വാസമുള്ളവർ 3-4 പേര് ആവട്ടെ, ജയം പറഞ്ഞ് ശരിയാവും, അവർ ബെറ്റ് വെച്ചു. പഞ്ചാര പായസം കഴിക്കുന്നതാണല്ലോ പറഞ്ഞത്, നിങ്ങൾ കഴിക്കില്ല എന്ന്. അപ്പം നിങ്ങൾ കഴിക്കും. 1000 റുപ്യ ബെറ്റ്. 1000 റുപ്യ വലിയ സംഖ്യയാണല്ലോ. അപ്പം എന്തെങ്കിലും കാരണവശാൽ കഴിച്ചാൽ 1000 റുപ്യ കൊടുക്കേണ്ടി വരും. വൻ തുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അടുത്ത ഞായറാഴ്ചയല്ലേ, വീട്ടിൽ പഞ്ചാര പായസം ഉണ്ടാക്കില്ല. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷം പഞ്ചാര പായസം ഒട്ടും ഉണ്ടാക്കില്ല. ആരെങ്കിലും പഞ്ചാര പായസം സമ്മാനിക്കാനായിട്ട് കൊടുന്നാൽ നോക്കണ്ട, അതിൻ്റെ അടുത്ത് കൂടെ പോണ്ട. ഇയാൾ വീട് വിട്ടു പോയി. അടുത്ത ഞായറാഴ്ച വരെയും വേറെ എവിടേക്കോ പോയി താമസിച്ചു. പല ദിവസം പട്ടിണി കിടന്നു. പഞ്ചാര പായസത്തിലേക്ക് നോക്കുകയില്ല. അങ്ങനെ ഞായറാഴ്ചയായി, വൈകുന്നേരം 5 മണിയായി, ആവാൻ പോകുന്നു. അപ്പം ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഒരു സാഹചര്യം ഉണ്ടാവരുത് പഞ്ചാര പായസം കഴിക്കാൻ. അങ്ങനെ ഇയാൾ കാട്ടുകൂടെ നടന്നു പോവാണ്. ഹിംസ്രജന്തുക്കളോ ഒക്കെ വന്നു. ഒരു പുലിയുടെ ശബ്ദം കേട്ടു. ഇയാളെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണി വരെയല്ലേ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോവാം. ഒരു മരത്തിൻ്റെ മുകളിൽ കയറി അവിടെ ഇരുന്നു. ഏകദേശം ഒരു സമയം 4:45 5 ആവുമ്പോൾ, അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം അങ്ങോട്ട് ചെല്ലാം. ജയിച്ച 1000 റുപ്യ സമ്മാനം കിട്ടും. അതുകൊണ്ടല്ലോ ഈ സമയത്ത് വനത്തുകൂടെ ആളുകൾ നടന്നു പോണവരുണ്ട്. കുടുംബസമേതാണ് നടന്നു പോവുക. ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് നടന്നു പോകും. ഒരച്ഛനും അമ്മയും മക്കളെല്ലാം കൂടി 4-5 പേര്. ഇയാളെ വൃക്ഷത്തിൻ്റെ മുകളിലൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ താഴെ ഇരുന്നു. അതിൻ്റെ താഴെ ഇരുന്നിട്ട് ആഹാരമൊക്കെ അവിടെ വെച്ചിട്ട് വിറകൊക്കെ കത്തിച്ചിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം. എന്നിട്ട് കഴിക്കും. കഴിച്ചിട്ട് ഈ ചട്ടിയും കലമൊക്കെ എടുത്തിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് വനത്തിലൂടെ മനുഷ്യൻ നടന്നു പോകുന്ന വഴി കൂടെ നടന്നു പോകും. അപ്പം ഇവർ നോക്കുമ്പോൾ പാത്രത്തിൽ പാലൊക്കെ കൊണ്ടുവന്നുണ്ട്, പഞ്ചസാരയുണ്ട്. പഞ്ചാര പായസം ഉണ്ടാക്കി കുടിക്കാനാണ് അവരുടെ ശ്രമം. സുഖമില്ലേ? അല്ല, അതിനിപ്പോൾ ഇയാൾക്ക് ബാധകമല്ല. ഇയാൾ മരത്തിൻ്റെ മുകളിലാണ്. ആ പഞ്ചാര പായസത്തിൻ്റെ ഗന്ധം വരെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് പൊത്തിയിട്ട്, അതൊന്നൊരു പ്രശ്നമല്ല.
പഞ്ചാര പായസം കാറ്റത്തട്ട പറന്നിട്ട് ചുണ്ടത്തെത്തിയാലോ? അതും സംഭവിക്കില്ല. കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ മുഖം മൂടിയ മാതിരി ഒരു തോർത്തുകൊണ്ട് ചുണ്ടും മൂക്കെല്ലാം കൂടി കെട്ടി. ആ ജ്യോത്സ്യം പറഞ്ഞുകൊണ്ട് പഞ്ചാര പായസം എടുത്താട് കഴിക്കുന്ന കേട്ടോ. അതുകൊണ്ട് എന്നാലും കാറ്റത്തൊരു തുള്ളി വീണില്ല ഒന്നും പറയണ്ടല്ലോ. പായസം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സംഘം കൊള്ളക്കാരതിലെ വന്നു. ആ കൊള്ളക്കാരെ കണ്ടതും ഇവരെന്ത് ചെയ്തു വെച്ചാൽ കിട്ടാവുന്ന പാത്രമൊക്കെ എടുത്ത് ചാക്കിലാക്കി ഇവർ മണ്ടി പാത്രത്തിൽ പഞ്ചാര പായസം മാത്രം ബാക്കിയാണ്. കൊള്ളക്കാർ പരസ്പരം പറയണു, ഇയാൾ കേൾക്കുന്നുണ്ട് മുകളിലിരുന്നിട്ട്, നമുക്കിപ്പോൾ കഴിക്കാം, പഞ്ചാര പായസം കിട്ടിയിരിക്കുകയാണ്, നമുക്ക് പഞ്ചാര പായസം കഴിക്കാം. അപ്പോൾ ഒരു കൊള്ളക്കാരൻ പറഞ്ഞു, കാര്യം പായസം ഇപ്പോൾ നല്ല പാകാണ്, ചൂടൊക്കെ ആറി, അതിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ അറിയോ? നമ്മളിപ്പോൾ കണ്ട പഞ്ചാര പായസം കഴിക്കല്ലേ, നമ്മൾ കൊള്ളക്കാരാ, നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് വല്ല വിഷവും ചേർത്തിട്ടാണ് പഞ്ചാര പായസം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലോ? അപ്പനിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ഒരു കൊള്ളക്കാരൻ മേപ്പിട്ട് വെക്കുമ്പോൾ ഇയാൾ മരത്തിൻ്റെ മുകളിൽ ഇരിക്കണം. സാക്ഷി ഒരാളുണ്ടല്ലോ, ഇറങ്ങടാ കീഴ്പ്പെട്ടത്. ഇറങ്ങി ഒരു ഗ്ലാസ് പഞ്ചാര പായസം എടുത്താൽ കുടിക്കുക. നീ ചത്തിട്ടില്ലെങ്കിലേ ഞങ്ങൾ കുടിക്കുന്നുള്ളൂ. കുടിക്കടാ പഞ്ചാര പായസം, അല്ലെങ്കിൽ ഇപ്പോൾ കഴുത്ത് മുറിക്കും. പഞ്ചാര പായസം കുടിക്കില്ല എന്ന് പറഞ്ഞ ആൾ പഞ്ചാര പായസം കുടിച്ചു. കള്ളന്മാർ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ ബാക്കി കുടിച്ചോ, പോടാ അവിടുന്ന്. വനത്തിൻ്റെ അതിർത്തി കടന്നു. 5 മണിയായി. വീട്ടിലെത്തിയപ്പോൾ വെപ്രാളത്തിൽ പഞ്ചാര പായസം കുടിച്ചുകൊണ്ട് താടിയിലും ശരീരത്തിലും ഉടുമുണ്ടിൽ വരെ അതിൻ്റെ ബാക്കിയുണ്ട്. പഞ്ചാര പായസം കഴിച്ചില്ല എന്ന് പറഞ്ഞ വ്യക്തി പഞ്ചാര പായസം കഴിച്ചു. തീർന്നില്ല, വാത് വെച്ചവർക്ക് അന്നത്തെ 1000 രൂപ കൊടുക്കുകയും ചെയ്തു. ചില പ്രവചനങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പ്രവചനങ്ങളെക്കുറിച്ച് ധാരാളം പറയാറുണ്ട്. ധന്യമേ ജീവിതത്തിൽ വേറൊരു ദിവസം ഇതിൻ്റെ ഓരോരോ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.